ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് ലോകം സാക്ഷിയാകാൻ ഒരുങ്ങുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതിന്റെ വിധി എഴുതാൻ ഒരുങ്ങുന്നു. ഇന്ത്യ തിരഞ്ഞെടുപ്പിലേക്ക് 7 ഘട്ടങ്ങൾ, 97 കോടി വോട്ടർമാർ, 543 മണ്ഡലങ്ങൾ, പോരാടാൻ മുന്നണികൾ. ജൂൺ 4 വിധിയെഴുത്ത്. ആരു വാഴും ഇന്ത്യ. മൂന്നാം ഊഴത്തിന് മോദി. കൈപിടിച്ചു തടുക്കാൻ പ്രതിപക്ഷം. മിഷൻ 400നെ തടുക്കാൻ തന്ത്രം എന്താണ്? പൊളിഞ്ഞുപോയെന്ന പരിഹാസം പ്രതിപക്ഷം അതിജീവിക്കുമോ? കേരളത്തിൽ ആരു കളം പിടിക്കും? 2020 എന്ന ആത്മവിശ്വാസത്തിൽ UDF. പിടിച്ചെടുക്കാൻ പടയൊരുക്കി LDF. 41 ദിവസം നമുക്ക് മുന്നിൽ. ആരു വാഴും ഇന്ത്യ. കേരളത്തിൽ കേമനാര്? മുന്നണിപ്പോരിൽ മുമ്പിലാര്? രാജ്യത്തിന്റെ വിധി ആർക്കൊപ്പമാകും? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഈ ദിവസം മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, ശ്രീ TP ജയചന്ദ്ര മാസ്റ്റർ BJP-യിൽ നിന്ന്. രാജ്യം വിധിയെഴുത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ആനുകാലിക രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കാൻ പോന്ന, ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ പോകുന്ന വിധിയെഴുത്തിനാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാർ തയ്യാറെടുക്കുന്നത്. കേരളവും 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകും. വലിയ ആകാംക്ഷയോടെ, വലിയ പോരിനൊരുങ്ങി കാത്തിരിക്കുകയാണ് നമ്മുടെ മുന്നണികൾ, രാഷ്ട്രീയ നേതാക്കൾ, പാർട്ടികളൊക്കെ. കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമെന്ന അഭിമാന ബോധമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്കും രാഷ്ട്രീയ പോരാട്ടത്തിന് ചൂടേറിയ ദിനങ്ങൾ തന്നെയായിരിക്കുകയും ചെയ്യും. ശ്രീ KS അരുൺകുമാർ, കേരളം എത്രത്തോളം രാജ്യത്തിന്റെ ഈ വിധി നിർണയത്തിനായി ഒരുങ്ങിയിരിക്കുന്നു? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും BJP വലിയ ശക്തിയായി തന്നെ ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണ സജ്ജം എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ആദ്യ പ്രതികരണം വരുന്നത്. എന്താണ് ഇടതുമുന്നണിയുടെ ഒരുക്കം? മധു, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആദ്യം തയ്യാറെടുപ്പ് ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഫെബ്രുവരി മാസം 20-ാം തീയതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ള ഒരു പൊതുചിത്രം പുറത്തു വന്നു. ഫെബ്രുവരി 27-ന് തന്നെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് പ്രവർത്തന രംഗത്തിറങ്ങി. ഇപ്പോൾ 20 ദിവസത്തെ മണ്ഡലം പര്യടനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീട് വീടാന്തരം കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനം അടക്കം ആരംഭിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ലഘുരേഖകളിലൂടെയും അതുപോലെ തന്നെ മറ്റു പ്രചരണ മെറ്റീരിയലിലൂടെയുമെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ വൈകിയാണ് വന്നത്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയാണെങ്കിൽ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ അതിൽ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിൽ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നു. ഇനിയും പലരും വരും എന്ന രൂപത്തിൽ അവരുടെ പട്ടിക ഇതുവരെ പൂർത്തീകരിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ വളരെ സജീവമായിട്ടുള്ള ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും എന്നതിലും സംശയമില്ല. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം പ്രഖ്യാപിച്ചത്. ആ ചട്ടം പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ആദ്യം സംസ്ഥാന നിയമസഭയാണ് ആ നിയമത്തിനെതിരെ അടിയന്തര പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു. ആദ്യം സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം ആരംഭിച്ച സർക്കാർ സംസ്ഥാന സർക്കാരാണ്. അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 70 ലക്ഷത്തോളം പേരെ അണിനിരത്തി മനുഷ്യച്ചങ്ങല തീർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്. എല്ലാ ഘട്ടത്തിലും ഈ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാക്കി മാറ്റുന്ന തീരുമാനത്തിനെതിരെ അതിശക്തമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുകയാണ്. അതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വിധിയും ആ വിധി പാലിക്കാതിരിക്കാൻ SBI അടക്കമുള്ള ബാങ്കുകൾ എടുത്ത തീരുമാനവും വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതും CPM കോടതിയലക്ഷ്യ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും ഒറ്റ ദിവസത്തിനുള്ളിൽ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടണമെന്ന സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തതും ഇന്നലെ ഏതൊക്കെ വ്യക്തികളാണ്, കോർപ്പറേറ്റുകളാണ്, കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവ നൽകപ്പെട്ടത് എന്നതിൻ്റെ വിവരം കൂടി പുറത്തു വന്നപ്പോൾ കുറച്ചു നാളായി ദേശീയ രാഷ്ട്രീയത്തിൽ BJP പറഞ്ഞിരിക്കുന്നത് വെറും കള്ളമാണ് എന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആശയം പൊള്ളയാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. MLA-മാരെ വിലക്കെടുക്കാനും MP-മാരെ വിലക്കെടുക്കാനും സംസ്ഥാന നിയമസഭകളെ തകർക്കാനും ചില പ്രതിപക്ഷ കക്ഷികളെ വിഭജിക്കാനുമെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചവർ 30ഓളം പ്രധാനപ്പെട്ട കമ്പനികളിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ED പോയി റെയ്ഡ് നടത്തുന്നു. ആദായ നികുതി വകുപ്പ് പോയി രേഖകൾ പരിശോധിക്കുന്നു. പിറ്റേ ദിവസം കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അതാത് കമ്പനികൾ BJP-ക്കും കേന്ദ്ര ഗവൺമെന്റിനും അനുകൂലമായി വാങ്ങിക്കുന്ന സാഹചര്യമെല്ലാം ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ CPM ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിന്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ബോണ്ടിനെതിരായിട്ട് നടത്തിയ നിയമ പോരാട്ടം, ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ നിയമ പോരാട്ടം, അതുപോലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം കളിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം, സംസ്ഥാനത്തിന്റെ
സാമ്പത്തിക ഫെഡറലിസം തകർത്തതിനെതിരെ നടത്തിയ നിയമ പോരാട്ടമെല്ലാം സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ദേശീയ മാനമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ഇവിടെ ഒരുങ്ങുമ്പോഴും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ വലിയ തോതിൽ ചർച്ചയാക്കും എന്നുള്ളത് തന്നെയാണ് LDF പ്രതിനിധി വ്യക്തമാക്കുന്നത്. സംഘപരിവാറിനെ അല്ലെങ്കിൽ BJPയെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന് ആവതില്ല എന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ LDFന്റെ പ്രചാരണ തന്ത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മിഷൻ 400 എന്നുള്ളതാണ് രാജ്യവ്യാപകമായ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ 2 അക്കം കടക്കുമെന്നൊരു ആത്മവിശ്വാസമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ വെളിപ്പെടുത്തിയെങ്കിലും കേരളത്തെ പറ്റിയുള്ള BJPയുടെ യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വപ്നം എന്താണ്? മാധവ്, യാഥാർത്ഥ്യത്തോടുള്ള അല്ലാത്ത ഒരു സമീപനവും ഭാരതീയ ജനതാ പാർട്ടി എടുക്കാറില്ല, എടുത്തിട്ടില്ല. ഇപ്പോൾ ബംഗാളായാലും ത്രിപുരയായാലും ഒക്കെ നമുക്കറിയാം. നമ്മുടെ ഉദാഹരണങ്ങൾ ഏറെ മുമ്പിലുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ എൻ്റെ സുഹൃത്ത്, ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് അവരുടെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ എടുക്കാൻ അവരുദ്ദേശിക്കുന്ന മെയിൻ അജണ്ടയെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൈകൂപ്പിക്കൊണ്ടൊരു നമോവാകം പറയുകയും എല്ലാ വിജയാശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. ആ സുഹൃത്തിനോട് ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരു 5 മണിക്കൂർ മുമ്പ് നിങ്ങൾ പലപ്പോഴും കോട്ട് ചെയ്യുന്ന ദ വയറിൻ്റെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് വളരെ കൃത്യമായി നോക്കൂ. സാന്റിയാഗോ മാർട്ടിൻ്റെ പണമൊക്കെ ആരുടെ കൈകളിലാണ് എത്തിയത് എന്നും അത് എന്തിനാണ് വിനിയോഗിച്ചത് എന്നും. തമിഴ്നാട്ടിൽ നിങ്ങൾ 100 കോടി 10 കോടി രൂപ വാങ്ങിയ പണം ആരുടേതാണ് എന്നുകൂടി എൻ്റെ സുഹൃത്തൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. 10 വർഷം മുമ്പ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുക്കുന്ന ഭാരതത്തിൻ്റെ ലോക നിലവാരത്തിലുണ്ടായിരുന്ന സ്ഥാനവും 10 വർഷത്തിന് ശേഷം ഈ രാജ്യത്ത് എത്തി നിൽക്കുന്ന വളർച്ചയുടെ ഉയർച്ചയുടെ മുന്നേറ്റവും വളരെ കൃത്യമായ ആധികാരികമായ രേഖകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിത്യനിദാന ചെലവുകൾക്ക് ബുദ്ധിമുട്ടിയിരുന്ന, അഴിമതിയും കെടുകാര്യസ്ഥതയും പട്ടിണിയും ദാരിദ്ര്യവും മുഖമുദ്രയായിരുന്ന ഒരു രാജ്യം ഇന്ന് ഈ രാജ്യം ലോകത്തിൻ്റെ 3ാമത്തെ സൈനിക ശക്തിയാണ്, 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 5 ട്രില്യൺ എക്കോണമിയാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാക്കിയ ഗൃഹനിർമ്മാണ പദ്ധതിയായാലും കുടിവെള്ള പദ്ധതിയായാലും അവരുടെ ആരോഗ്യ ചികിത്സാ രംഗത്ത് നൽകിയ മുന്നേറ്റമായാലും ഓരോ പാവപ്പെട്ടവരെയും താൻ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന ബോധം ഈ ഗവൺമെൻറ് എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അമിത ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയുന്നത് എക് ബാർ ഫിർ എക് ബാർ ബി മോഡി സർക്കാർ. ഈ സമയം അത് 400 കടക്കുമെന്ന് പറയുന്നത് കേവലം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അനുഭവങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളുടെ ഹൃദയ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോഴുള്ളത്. പിന്നെ ചിലർക്ക് കേസ് നടത്താം, അത് നമ്മുടെ ഒക്കെ പണമെടുത്താണ് എന്ന് അവർ വിസ്മരിക്കരുത്. പാർട്ടി അല്ലല്ലോ CAക്കെതിരെ കേസ് കൊടുക്കുന്നത്. നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്തൊരു സംസ്ഥാനം, ഇവിടുത്തെ സപ്ലൈകോയിൽ നിത്യനിദാന സാധനങ്ങൾ ഒന്നും ലഭ്യമാക്കാത്തൊരു സംസ്ഥാനം, ഒരു മുഖ്യമന്ത്രിയുടെ ചെലവിന് വേണ്ടിയിട്ട് കോടികൾ തുലയ്ക്കുന്നൊരു സംസ്ഥാനം. പാർട്ടിയാണ് കേസിന് പോയതെങ്കിൽ നമുക്ക് സമാധാനിക്കായിരുന്നു ഇവരോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച്. മറിച്ച് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ പിച്ചച്ചട്ടിയിൽ കട്ടിയിട്ട് വാരിയിട്ട് കേസ് കൊടുക്കുന്നതിനെ വലിയൊരു അഭിമാനമായിട്ടും അദ്ദേഹം ഞാൻ പറയുന്നത് 250 കേസ് ഓൾറെഡി പെൻഡിങ് ഉണ്ട് സർ. താങ്കളൊക്കെ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. നമുക്ക് ഈ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒക്കെ സംസാരിക്കാം. അതാണ് ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ചത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, പ്രധാനമന്ത്രി ഇവിടെ വന്ന് 2 അക്കം കടക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 10 സീറ്റ് എന്നുള്ളതായിരിക്കും സംസ്ഥാനത്തെ നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ളതല്ല BJPയുടെ അഭിപ്രായം എന്ന് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു എങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നതുകൂടി വ്യക്തമാക്കി മുന്നോട്ട് പോകാമോ? അല്ല, നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. മാധു പറഞ്ഞതല്ല, ട്രാൻസ്ലേഷൻ നിങ്ങൾ ഹിന്ദി കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 2 അക്കം സീറ്റുകൾ ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്, അത് BJPക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, ഇപ്പം ചില സർവേകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ര നിസ്സാരമാണെന്നും തള്ളിക്കളയാവുന്നതാണ് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മാധു. അതൊന്നും BJPയുടെ ഞങ്ങൾ കൊടുത്തുവിട്ട ആളുകളുമല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ സമഗ്രമായ മാറ്റം, കേരളത്തിലെ ഇടതു മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിൽ നിന്നുള്ള രാഷ്ട്രീയ മാറ്റം, ഇതൊക്കെ കേരളത്തിലെയും ദേശീയ മാധ്യമ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ കേരളം നീങ്ങും. സാമ്പത്തിക അവസ്ഥയായാലും 2 മുന്നണികളും ഒരുമിച്ചുള്ള സഹോദര മത്സരം. ഒന്നും കൂടെ ഞാൻ പറയും മാധു, കേരളത്തിൻ്റെ ഇടതുമുന്നണിയുടെ ഏകോപന സമിതിയുടെ നേതാവ് EP ജയരാജൻ തന്നെ ഒരു കാര്യം പച്ചയ്ക്ക് പറഞ്ഞു. മത്സരം BJPയും
ഇടതു മുന്നണിയും തമ്മിലാണ് എന്ന് പാർട്ടി സെക്രട്ടറി എം വി അത്ര ഗോവിന്ദ് നിസ്സാരമല്ല തിരുത്തുകയും ചെയ്തു. ഇടതു ഇവിടെ മുന്നണിയുടെ UDF-ഉം LDF-ഉം വിശകലനങ്ങൾ തമ്മിലാണ് എന്ന് മത്സരം എന്ന് തിരുത്തുകയും ചെയ്തു. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ടി പി ചന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ദാ കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി വന്നു നിന്ന് മത്സരിക്കുന്നു, കടുത്ത UDF തരംഗമുണ്ടായി. ശക്തി, നിങ്ങളുടെ ഒരു ശക്തിയുടെ കോട്ട എന്ന് നിങ്ങൾ വിളിക്കുന്ന പല മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് അടിപതറി പോവുകയും ചെയ്തു. അന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇന്ന് എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വിചാരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര സീറ്റ് എന്നുള്ളതാണ്, മറ്റ് വിഷയങ്ങളൊക്കെ വിടണം ശ്രീ അരുൺകുമാർ, എത്ര സീറ്റ് എന്നുള്ളതാണ് LDF വിചാരിക്കുന്നത്? ഇവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല നിലവിലുള്ളത്. 2019 BJPക്കെതിരെ കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും, പ്രത്യേകിച്ച് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നായിരിക്കും എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം നടന്നിരുന്നു. പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് മാറണം. അങ്ങനെ വന്നാൽ മാത്രമേ രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിനെ വിളിക്കൂ. കാരണം BJPക്കെതിരായിട്ടുള്ള വികാരം അതിശക്തമായി തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ആ BJPക്കെതിരായിട്ടുള്ള വികാരം നന്നായി ഒറ്റക്കക്ഷിയായി കോൺഗ്രസിനെ മാറ്റണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് വലിയ അനുകൂലമായിട്ടുള്ള UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് 19 സീറ്റിൽ വിജയിക്കാവുന്നതും ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായത്. അത് വളരെ വിശദമായി തന്നെ നമ്മൾ പല ഘട്ടത്തിൽ പ്രതിപാദിച്ചു പോയതാണ്, ചർച്ച ചെയ്തു പോയതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരായി വോട്ട് ചെയ്ത ചരിത്രമാണ് ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും. 2019 മെയ് മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തകർന്നടിഞ്ഞു പോയിട്ടും 2020 ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 6 കോർപ്പറേഷനിൽ 5ഉം ഞങ്ങൾ, 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ, 14 ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ 12 ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ, ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലെല്ലാം 5 തലത്തിലേക്കും ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ ചരിത്ര വിജയം നേടി ഇവിടെ സംസ്ഥാനത്ത് വീണ്ടും തുടർ ഭരണത്തിൽ വരികയും ചെയ്തു. ശരി, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിഴച്ചുപോയത് എവിടെയാണോ അവിടെയൊക്കെ നിങ്ങൾ തിരിച്ചു വന്നു. ധർമ്മടത്തടക്കം നിങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എത്ര സീറ്റ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിയോഗിച്ചിട്ടുണ്ടല്ലോ. അതെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏറ്റവും മികച്ച രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി. അതുകൊണ്ട് 20 സീറ്റുകളിലും വിജയിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വരുന്ന 41 ദിവസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. അതിൽ ഒറ്റ വിഷയം, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. മാധുവിന് അറിയാമല്ലോ, ഈ രാജ്യത്ത് ഉയർന്നു വന്ന എല്ലാ ജനവിരുദ്ധ നയങ്ങളിലും അതിന്റെ പിന്നിൽ, അതിന്റെ പ്രതിഷേധത്തിന്റെ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ CPM ഉണ്ടായിരുന്നു. കർഷക സമരമായാലും യുവജനങ്ങളുടെ സമരമായാലും ലേബർ കോഡിനെതിരെ തൊഴിലാളികൾ നടത്തുന്ന സമരമായാലും അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ബുൾഡോസർ രാജ്യം നടപ്പാക്കിയപ്പോൾ ആ ബുൾഡോസറിന്റെ മുകളിലേക്ക് കയറി നിന്ന വൃന്ദാക്കാരാട്ടിനെ നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ ബിൽക്കീസ് ബാനുവിന്റെ കേസിൽ നീതി നിഷേധിക്കപ്പെട്ട് പ്രതികൾ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിയമ പോരാട്ടം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് അടച്ചു. അതുപോലെ ഇലക്ട്രിക് ബോണ്ട് ആയാലും അതുപോലെ തന്നെ കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ കാശ്മീരിലെ നേതാക്കന്മാരെ ജയിലിൽ അടച്ചപ്പോഴെല്ലാം ഹേബിയസ് കോർപ്പസുമായി പോയത് ആരാണ്, സുപ്രീം കോടതി വിധി കൊടുത്തത് ആരാണെന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും NDA ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഉണ്ടാകുമ്പോഴും മുന്നിൽ നിന്ന് പോരാടിയത് ഇടതുപക്ഷമാണ്. ഞങ്ങൾക്ക് എണ്ണം കുറവായിരുന്നു, പക്ഷേ കാര്യത്തിന്റെ കരുത്തോടെ പാർലമെന്റിന്റെ അതുപോലെ അങ്ങ് ഈ പറയുന്ന സീറ്റിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്നാലും 20-20 എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്. ശരി, ശ്രീ KP നൗഷാദ് അലി അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ശ്രീ നൗഷാദ് അലി, 2020 എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അതിൽ 19ഉം നിങ്ങൾക്ക് അനുകൂലമായി വന്നു. ഇത്തവണ നിങ്ങൾ ആലപ്പുഴ കൂടി നേടും, അതിനാണ് നിങ്ങൾ KC വേണുഗോപാലിനെ കൊണ്ടുവന്നത് എന്നതടക്കം പറഞ്ഞ് 2020-ൽ കുറഞ്ഞതൊന്നുമില്ല UDFന് മുന്നിൽ എന്നത് പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് 20 സീറ്റുകളിലെയും ആത്മവിശ്വാസം LDF മുന്നോട്ട് വെക്കുന്നത്.
മധു, LDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ മുൻപോട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരെയൊന്നും രാഷ്ട്രീയക്കാരി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അതൊരു സ്വാഭാവികതയാണ്. അതിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ഗൗരവതരമായ ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ ശുഭോദർക്കമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ സമീപകാലത്ത് വന്ന പല നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ, ചില സർവേകളൊക്കെ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി രാജ്യത്ത് ഒരു മാറ്റത്തിന് കുതിപ്പേകാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സൂചനകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അമിതമായി പ്രതീക്ഷ അർപ്പിച്ചിട്ടോ വിശ്വാസം അർപ്പിച്ചിട്ടോ ഒന്നും പറയല്ല. ഇവിടെ നാനാജി ദേശ്മുഖ് എന്ന ജനസംഘത്തിൻ്റെ എക്കാലത്തെയും വലിയ നേതാക്കളുടെ ഒരാളുടെ പേരമകൻ നടത്തുന്ന ചാനൽ ഉൾപ്പെടെയുള്ള ABP വോട്ടർ ചാനലിൻ്റെ ഒരു സർവേ പ്രകാരം 40 സീറ്റുകൾക്ക് മുകളിലുള്ള സംസ്ഥാനങ്ങളിൽ, അത് തമിഴ്നാട്, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, അവിടെ നിന്നായിട്ട് ഇന്ത്യ മുന്നണിക്ക് 125-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങളും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു യുക്തിസഹമായ ഒരു നിരീക്ഷണം ആണത്. അതുകൊണ്ടാണ് ഞാൻ ആ സർവേ റിപ്പോർട്ടിനെ ഉദ്ധരിക്കാൻ കാരണം. അതിൽ തമിഴ്നാടിൽ സമ്പൂർണ്ണമായി തൂത്തുവാരുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ളൊരു പരിസരം രാജ്യത്ത് സംജാതമായിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് SBI നടത്തിയ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഇത്ര ശാസ്ത്രീയമായി, ഇത്ര ആസൂത്രിതമായി, ഇത്ര കൈക്കുറ്റപ്പാടുകൾ തീർത്തൊരു അഴിമതി സിസ്റ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നൊരു ഞെട്ടലിലാണ് ഈ രാജ്യം മുഴുവൻ. അവരോട് വലിയൊരു ബഹുമാനം ഈ രാജ്യത്തിനുണ്ട്. ഇത്തരത്തിലൊരു പ്രതിലോമകരമായൊരു ദിശയിൽ ഇത്രമാത്രം ഒരു നെഗറ്റീവ് ഹീറോയിസം ഇങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാർട്ടിയാണല്ലോ BJP എന്ന് ഓർക്കുമ്പോൾ അത്ഭുതമാണ്. ഈ രാജ്യത്ത് നമ്മളുടെയൊക്കെ പ്രതീക്ഷകളായ IRS ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇൻകം ടാക്സിലും അതുപോലെ തന്നെ EDയിലും ഉള്ളത്, CBIയിലും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരാണുള്ളത്. അവരെയൊക്കെ വേട്ടപ്പട്ടികളെപ്പോലെ ചില ആളുകളുടെ അടുത്തേക്ക് അഴിച്ചുവിടുന്നു. ആ ഭയപ്പാടിൽ അവരൊക്കെ കൊണ്ടുവന്ന് BJPയുടെ കലവറ നിറക്കുന്നു, ഈ വേട്ടപ്പട്ടികളെ തിരികെ വിളിക്കുന്നു. ഇത്തരത്തിലൊക്കെ ഒരു ദുരവസ്ഥയിൽ രാജ്യത്തെ എത്തിച്ചതൊക്കെ വിസ്മയകരമാണ്. ഏതായാലും വിധി വൈപരീത്യം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ കൃത്യമായി എത്തി നിൽക്കുന്ന സമയം തന്നെ ഇതങ്ങ് അനാവൃതമായി കഴിഞ്ഞു. അവരുടെ എല്ലാ വർഗീയ ധ്രുവീകരണ അജണ്ടകളൊക്കെ ദിശ തെറ്റുകയാണ് ഈ വലിയ വെളിപ്പെടുത്തലിൻ്റെ മുന്നിൽ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയൊരു പരിശ്രമം ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയേറെ ആത്മവിശ്വാസം തരുന്നുണ്ട്. സമാനമായിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CPM എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് BJP അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെവിടെയും BJPയുമായിട്ട് നേരിട്ട് ഒരു സീറ്റിൽ പോലും ഏറ്റുമുട്ടാത്ത CPMനെ സഹായിച്ചതുകൊണ്ട് ഒരു ഇഞ്ച് പോലും ആ ദിശയിൽ മുന്നേറാൻ കഴിയില്ല എന്ന് കേരളത്തിലെ BJP വിരുദ്ധ മനസ്സുകൾക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഏറ്റവും കുറഞ്ഞത് 5 സീറ്റുകളിലെങ്കിലും നിങ്ങൾ കടുത്ത മത്സരം ഇത്തവണ നേരിടേണ്ടി വരും എന്നതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അത് പല പ്രഡിക്ഷൻസ് ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള നിഗമനങ്ങളും വിശകലനങ്ങളും അതിലുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ അങ്ങനെ എളുപ്പത്തിൽ നടന്നു കയറാൻ വരുന്ന, എളുപ്പത്തിൽ അട്ടിമറി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? മാധു, ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ എളുപ്പത്തിൽ ജയിച്ച് കയറാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നൊരു അഭിപ്രായമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. ഞങ്ങൾ ഇഞ്ചോടിഞ്ച് രാത്രി പകലാക്കി പൊരുതി പോരാടി തന്നെയാണ് ജയിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ നിസ്സാരരായ എതിരാളികളാണ് ഞങ്ങൾക്കുള്ളത് എന്നൊരു അഭിപ്രായമൊന്നും ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശക്തരായ എതിരാളികളാണ് ഞങ്ങൾക്കുള്ളത്. അവരെ മറികടക്കാനുള്ള അനുകൂല രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിശേഷങ്ങൾ മാത്രം മതി CPMനെ ജനങ്ങൾ കൈയൊഴിയാൻ എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആത്മവിശ്വാസം തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ ചാനൽ വന്നിരുന്ന് പറഞ്ഞാലും പരസ്യമായി അവകാശപ്പെട്ടാലും ഈ ഗവൺമെന്റിന്റെ പ്രകടനത്തെക്കുറിച്ച് CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന അനുഭാവികൾക്ക് പോലും യാതൊരു മതിപ്പുമില്ല. അവരൊക്കെ പരസ്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. CPMന്റെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ ഈ പാർട്ടിക്കൊരു തിരിച്ചടി കിട്ടിയെങ്കിലെന്ന് ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൃത്യമാണ് CPMന്റെ ഭരണത്തിനെതിരായുള്ള ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം. അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതോടൊപ്പം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പെർസ്പെക്റ്റീവിൽ
വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ മുന്നിൽ CPM എന്നത് ഒരു പരിഗണനാർഹമായ ഒരു പാർട്ടി പോലും അല്ല എന്നുള്ളതും ഈ സംസ്ഥാനത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. അത്തരത്തിലുള്ള യുക്തിസഹമായ കണക്കുകളും സാഹചര്യങ്ങളും സ്ഥിതിവിവരങ്ങളും വെച്ചുകൊണ്ടാണ് 20 സീറ്റിലും ഞങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ കാരണം അത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായി മറിച്ച് ജയിക്കും എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി ഗൃഹപാഠം ജയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാവുന്ന വസ്തുത, നിങ്ങൾ ആരും ഈ 20-ൽ നിന്ന് കുറച്ച് പറയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. വലിയ തോതിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ വന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, വലിയ തോതിൽ പ്രചാരണം നടത്തുന്നുണ്ട്, നിങ്ങൾ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചെന്നുള്ളത്. ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് BJPയുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? മാധു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സർവേകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇവിടെ ഈ സംസാരിക്കുന്ന 2 പേരുടെയും വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ ചോദിച്ചിടത്തേക്ക് വരാം മാധു. ഇപ്പം ഏറ്റവും അവസാനം 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. എന്നെ എടുത്തിരിക്കുന്ന നൗഷാദ് അലിയുടെ വാദം എന്തായിരുന്നു? ഞങ്ങൾ മധ്യപ്രദേശ് തൂത്തുവാരും, ഞങ്ങൾ രാജസ്ഥാൻ പിടിച്ചടക്കും, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തിരിച്ചു വരും, ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ വരും. പക്ഷെ എണ്ണിയപ്പോഴെന്താ ഉണ്ടായത്? ഞങ്ങളതുവരെ വലിയ അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. എണ്ണിയപ്പോൾ കയ്യിലിരുന്ന ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, ആകെ ഒരുത്തിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന തിരഞ്ഞെടുപ്പുകളെ ചരിത്രമൊക്കെ പരിശോധിക്കും. അതുകൊണ്ട് സ്വപ്നം കാണാനുള്ള, പാൽപ്പായസം തന്നെ മനസ്സിൽ കാണാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ നൗഷാദ് അലിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നില്ല. അതിൽ എത്ര പഞ്ചസാര വേണമെങ്കിലും ചേർക്കാൻ ഇവർക്ക് സാധിക്കും. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ വീടകത്ത് പലപ്പോഴും ഇവരൊക്കെ വലിയ ആവേശത്തോടെ കൊണ്ടു നടന്നിരുന്നവർ അവരിപ്പോൾ ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കടുത്ത അവഗണനയും കടുത്ത നിരാശയുമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഇനി എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത്, രാജ്യത്ത് നടക്കുന്ന എല്ലാം ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ അജണ്ട നിശ്ചയിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇപ്പം നോക്കൂ സാർ, കർണാടകയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പിനൊപ്പം, അവിടെ നടന്ന തെരഞ്ഞെടുപ്പിനൊപ്പം നിങ്ങളുടെ സീറ്റോ എണ്ണോ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത്, ത്രിപുരയിലെ ബോക്സ നഗറിൽ നിങ്ങൾ 2 കൂട്ടരും കൂടി ഒരുമിച്ച് ഒരു 66% ന്യൂനപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടു. താങ്കൾക്കറിയുമോ അവിടെ കിട്ടിയ വോട്ട് എത്രയാണെന്ന്? തബ്ജൽ ഹുസൈനെ നിർത്തിയ സീറ്റിൽ നോട്ടയുടെ പുറകിൽ നിങ്ങൾ പോയി 3909 ജയിച്ച സീറ്റ് 3909. ഇനി കർണാടകയിലേക്ക് വരാം. നോക്കൂ, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കോലാർ ഗോൾഡ് ഫീൽഡ്, തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള കോലാർ ഗോൾഡ് ഫീൽഡ്, നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്നറിയോ? 1008. സിറ്റിംഗ് MLA അനിൽകുമാർ 19,621 വോട്ടിന് ജയിച്ചിടത്ത് CPMന്റെ പെട്ടിയിൽ വീണത് 1008 വോട്ട്. തീർന്നിട്ടില്ല. ബാഗേപ്പള്ളിയിൽ നിങ്ങളുടെ സിറ്റിംഗ് MLA എത്ര വോട്ടാണ് അത് തോറ്റത്? അപ്പം ഞാൻ പറയുന്നത്, സ്വപ്നം കാണാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ തകർക്കുന്നില്ല എൻ്റെ അഡ്വക്കേറ്റ് അരുൺകുമാർ. പക്ഷേ യാഥാർത്ഥ്യത്തോടെടുക്കുമ്പോൾ ഇന്ത്യ ഭരിക്കാനല്ലല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്. ആണെങ്കിൽ ഇത്രയല്ല. നിങ്ങളുടെ ലക്ഷ്യം എത്രയാ? 4 സീറ്റ് കേരളത്തിൽ നിന്ന് ഒരു 11 ഒപ്പിച്ചാൽ ദേശീയ പാർട്ടി ആവാൻ കഴിയുമോ എന്നുള്ള നോട്ടമാണ് നിങ്ങൾക്കുള്ളത്. കോൺഗ്രസോ ഔദ്യോഗിക പ്രതിപക്ഷമാവാൻ സാധിക്കുമെന്നുള്ള നോട്ടമാണ് അവർക്കുള്ളത്. ഞാൻ അതിനൊന്നും കുറച്ച് കാണുന്നില്ല. എത്ര കുറിച്ച് പറയുമ്പോഴും ഒരു 4 സീറ്റ് നിങ്ങൾക്കും 40 സീറ്റ് അല്ലെങ്കിൽ 50-55 സീറ്റ് കഴിഞ്ഞ് അതൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചുകൊള്ളൂ, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നിങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനല്ല. നിങ്ങൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനാണ്. രണ്ടാമത്തേത്, കേരളത്തിലെ ജനത ഒരു 5 മാസം മുമ്പ് കണ്ടതുപോലെയല്ല. ഞാനൊരു പെൻഷനറാണ്. ഒരുപക്ഷെ താങ്കൾക്ക് അത് ബാധിക്കുന്നുണ്ടാവില്ല. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്നുണ്ട്. സർ, ക്ഷാമഗഡുവിൻ്റെ ഏത് ഘട്ടമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത്? KSRTCയുടെ ജീവനക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുമോ നിങ്ങൾ? ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു, ഇപ്പോഴും കേരളത്തിലെ പബ്ലിക് ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്ന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്ക്. സർ, ഫോട്ടോ എടുക്കാൻ കേരളത്തിൽ നിരോധനമുണ്ട്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒന്നിച്ച് നിങ്ങൾ കൊടുക്കുമായിരിക്കാം. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് 10 നയാ പൈസ വീഴുന്നില്ല. നമ്മളിതൊക്കെ ഈ ഒരു ഇലക്ഷന് കളമൊരുങ്ങുന്ന കാലത്തെല്ലാം ചർച്ച ചെയ്യുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി, മറ്റു കാര്യങ്ങളൊക്കെ. ഇന്ന് ഇതൊക്കെ പ്രചാരണ വിഷയമായി ഇനി നമുക്കൊരു 10-40 ദിവസം പറയാനുണ്ടെന്നേ. ഇന്നൊരു ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഡെവലപ്മെന്റ്സ്, വിഷയങ്ങൾ ഒക്കെ കേൾക്കാൻ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ 3 പേരോടും ആവർത്തിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഈ പറയുന്ന മുഴുവൻ കാടടച്ച് വെടിവെക്കലാണ് എന്നത് ഏറെക്കുറെ എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി അങ്ങേ
വീണ്ടും ആ ചോദ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ രണ്ട് മണ്ഡലങ്ങൾ തൃശ്ശൂരും തിരുവനന്തപുരവും മാധു, അതിന്റെ നിരീക്ഷണം നിങ്ങൾക്ക് എങ്ങനെയാ തരുന്നത് എനിക്കറിയില്ല. ഇന്നലെ പ്രധാനമന്ത്രി പോയത് തൃശ്ശൂരല്ല, തിരുവനന്തപുരത്തല്ല, പത്തനംതിട്ടയിലാണ് പോയത്. മണ്ഡലമാണ്. മറ്റൊരു മന്ത്രി മത്സരിക്കുന്നത് ഞാനൊരു വിജയ സാധ്യത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് പെട്ടിയിൽ വീഴുന്ന സ്ഥലം എന്നത് അറിഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ ഊന്നുന്നത് എന്ന് ഈ പാനൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ജയേന്ദ്ര മാസ്റ്റർക്കാണ്. അല്ല മാധു, കേരളത്തിലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ പ്രവചിച്ചിരുന്നത് എവിടെ എത്തി? നിങ്ങളുടെ വിശകലനമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലൂടെ അവരെ ഉരുത്തിരിഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് അത് നിഷേധിക്കാൻ സാധിക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസത്തോടെ ആയിരുന്നില്ലേ നമ്മൾ കേരളത്തിൽ പലപ്പോഴും ഈ വോട്ടിംഗ് പെർസെന്റ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇന്ന് കേരളത്തിലെ അതിനൊരു പ്രശ്നമുണ്ട് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അതായത് അങ്ങനെയാണെങ്കിൽ നേമത്ത് ഒരു പക്ഷേ വീണ്ടും ജയിച്ചേക്കും BJP എന്ന് ചിലരൊക്കെ പറഞ്ഞല്ലോ, നടന്നില്ലല്ലോ. ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചർച്ചകൾ, വിശകലനങ്ങൾ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ കൗതുകത്തിന്റെ പേരിലുണ്ടാകുന്നതാണ്. 100% പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മാധ്യമങ്ങളിൽ ഇരുന്ന് പ്രഖ്യാപിച്ചാൽ പോരെ? അത് തന്നെയാണ് മാധു ഞാൻ പറയുന്നത്. എന്താണോ ത്രിപുരയിൽ സംഭവിച്ചത്, എന്താണോ ബംഗാളിൽ സംഭവിച്ചത്, എന്താണോ UP യിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നലത്തെ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ആകപ്പാടെ മാറി മറിയുകയാണ്. താങ്കൾ തന്നെ പറഞ്ഞു, പുഷ്പന്റെ അനിയൻ, ദേശാഭിമാനിയിലെ കാർട്ടൂൺ വരയ്ക്കുന്നവൻ, AKജിയുടെ കുടുംബത്തിൽപ്പെടുന്നവൻ, ആന്റണിയുടെയും കരുണാകരന്റെയും വീടുകളിൽ നിന്ന് ഒരു സ്ഫോടനം BJPക്ക് അനുകൂലമായി ഉണ്ടാകും കേരളത്തിൽ. ഇതൊരു സാമ്പിൾ അല്ലേ മാധു? കേരളത്തിലെ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനും കേരളം നടക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ഒരു സൂണ്ട് വരികയല്ലേ ഇത്? ദൈനംദിന ജീവിതത്തെ ജീവിത പ്രയാസങ്ങൾ എന്നതാണ് മൂന്ന് പേരോടും മാറി മാറി ചോദിക്കുകയും ചെയ്തത്. ശരി, ശ്രീ KS അരുൺകുമാർ, വടക്കൻ മലബാറിൽ വലിയ പയറ്റ് നടക്കുന്ന സ്ഥലമാണ് വടകര മണ്ഡലം. KK ശൈലജ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ മണ്ഡലത്തെ LDF നോക്കിക്കാണുന്നത്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് KK ശൈലജ. K മുരളീധരൻ തന്നെയാണ് മത്സരിക്കുന്നത്. എന്നിരുന്നാൽ പോലും തീപാറുന്ന മത്സരം ഉണ്ടാകും അവിടെ എന്നത് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ വരുന്നു. നമുക്കറിയാവുന്നതാണ്, ഷാഫി പറമ്പിൽ താരതമ്യേന ജൂനിയറായ, ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജൂനിയറായ ഒരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം വരുന്ന ദിവസം പക്ഷേ വടകര ഇളകി മറയുന്നതും കണ്ടു. അങ്ങ് നിഷേധിക്കില്ലായിരിക്കും. വലിയൊരു പോരാട്ടം തന്നെ വടകരയിൽ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. TP ചന്ദ്രശേഖരൻ കേസിലെ വിധിയൊക്കെ പിന്നീട് വരികയും ചെയ്തു. വടകര സംബന്ധിച്ച് CPM നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ആ മണ്ഡലത്തെ? മധു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് BJPയുടെ സുഹൃത്തിന് ഒരു ചെറിയ മറുപടി കൊടുത്തോട്ടെ. ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ അമിത ആത്മവിശ്വാസത്തിന്റെ എല്ലാ തലങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. നിരവധി ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു. ഏതാണ് ഈ രണ്ടക്കം എന്നുള്ളത്? രണ്ടക്കം പോട്ടെ, രണ്ട് ഏതാണ് എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം അതിൽ നിന്നൊക്കെ തെന്നി മാറി. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ വരുമ്പോൾ ആളില്ലെങ്കിൽ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയത് നമ്മൾ കണ്ടു. രാജീവ് ചന്ദ്രശേഖരനും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ അവിടുത്തെ BJPക്കാർ പോലും വരാത്തതിനെ കുറിച്ചും വാർത്ത വന്നു. കാരണം നേരം പുലരുന്തോറും വെള്ളം കോരുന്ന BJPക്കാരും വന്ന് സ്ഥാനാർത്ഥിയാകുന്നതും മറ്റുള്ളവരാണ്. 14 സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തപ്പോഴേ 4 പേരെ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് വന്ന, ബാക്കി 4ലും നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. 6060 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇലക്ട്രിക് ബോണ്ട്. അതായത് ഒരു മണ്ഡലത്തിന് ഏകദേശം 12-13 കോടി രൂപ വീതം മുടക്കാനുള്ള കള്ളപ്പണം ഇലക്ട്രിക് ബോണ്ടായി മേടിച്ച് നിങ്ങൾ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ആദ്യം ആ 4 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനെങ്കിലും നിങ്ങൾ നോക്ക്. ഇപ്പൊ ഞാൻ എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ ഒരു പൊതു ചർച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല എറണാകുളത്തൊക്കെ. മറ്റു പല മണ്ഡലങ്ങളിലും സ്ഥിതി അതാണ്. ആദ്യം സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ആത്മവിശ്വാസ പ്രകടനമൊക്കെ കാണുക. ഞങ്ങൾ കൃത്യമായി നിങ്ങൾ എത്ര പറഞ്ഞാലും എത്ര നുണ പ്രചരിപ്പിച്ചാലും ഈ കേരളത്തിൽ കഴിഞ്ഞ 6-7 വർഷത്തെ കാര്യം നിങ്ങൾ കുറെ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? എത്രയോ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തലകുത്തി മറഞ്ഞ് അന്വേഷണം നടത്തി റിപ്പോർട്ട് മുന്നിലുണ്ട്. ഇതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല, ഒരു ചുക്കും സാധിച്ചില്ല. എന്നിട്ടാണ് നിങ്ങൾ ഈ നുണപ്രചാരണം നടത്തുന്നത്. ഏതായാലും ചർച്ചകളിൽ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറച്ചുവെച്ചോ, ഇലക്ട്രിക് ബോണ്ടും രാജ്യത്തിന്റെ അഴിമതിയും ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നൊക്കെ നിൽക്കട്ടെ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്. പക്ഷെ പറഞ്ഞോട്ടെ,
വടകര മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഏറ്റവും മികച്ച മത്സരം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിയത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചിട്ടയായി ഓരോ വീടുകളിലും എത്തി ഓരോ വോട്ടർമാരെയും ഐഡന്റിഫൈ ചെയ്ത്, കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പുതിയ വോട്ടർമാർ നിരവധിയുണ്ട്, വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്, അവയെല്ലാം മനസ്സിലാക്കി സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. വയനാട്ടിലായാലും നമുക്കറിയാം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും ചോദിച്ചു, ഏതെങ്കിലും BJPയും ഇടതുപക്ഷവും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്കറിയാം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് വന്ന് ഫൈറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടാണ് വയനാട്ടിൽ. അതുപോലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ വന്ന് മത്സരിക്കുന്നത് CPMനോടാണ്. അപ്പോൾ അഖിലേന്ത്യാ നേതാക്കന്മാരൊക്കെ ജയിക്കാൻ കേരളത്തിലേക്ക് വരികയാണ്, ജയിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയും. മികച്ച പ്രവർത്തനം സംഘടിപ്പിച്ച് ഏറ്റവും മികച്ച റിസൾട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ BJPയുടെ ജനവിരുദ്ധ നയം, വർഗീയ അജണ്ട, മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, പൗരത്വത്തിന്റെ വരെ മാനദണ്ഡം ഭരണവിരുദ്ധ വികാരം എന്ന ആക്ഷേപം രണ്ടുപേരും ഉന്നയിക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ 2019 വിധിക്ക് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ 21 ഏറ്റവും അനുകൂലമായ ജനവിധി നേടിയെടുക്കാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി ഭരിക്കുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ചില തരത്തിലുള്ള ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കും. അത് സ്വാഭാവികമാണ്. തൊട്ടടുത്ത വർഷങ്ങളിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുമ്പോഴാണ് ഇനി ഉടനെ തദ്ദേശം വരാനിരിക്കുന്നു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്, അതും UDFന് അനുകൂലമായി എഴുതി വെച്ച ഏറ്റവും വലിയ വിധിക്കു ശേഷം വീണ്ടും ഒരുങ്ങുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഒറ്റ കാര്യം, ഒരു 20 ദിവസം മുമ്പേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നിരുന്നു. ഏറ്റവും കൂടുതൽ CPMനെയും ഗവൺമെന്റിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത്. വലതുപക്ഷമായാലും മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കേരളത്തിന്റെ തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുക. സുപ്രീം കോടതിയുടെ കണ്ണു തുറന്നു, 13,610 കോടി രൂപ കൊടുക്ക്, അത് നാളെ തന്നെ വിതരണം ചെയ്യ് എന്നുള്ള തരത്തിൽ സുപ്രീം കോടതി പറയുമ്പോൾ പോലും കേരളത്തിലെ UDFനോ BJPക്കോ കാര്യം മനസ്സിലാകുന്നില്ല. അതുപോലെ അനുഭാവപൂർവ്വമായി കേരളത്തിന്റെ പാക്കേജുകൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റ് ബലം ഇരട്ടിയായി, 1-2 വർദ്ധിക്കുകയല്ല, ഇരട്ടിയായി മാറി. കോൺഗ്രസിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി, BJPക്കും ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി. അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം, അത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം എന്താണ്, കേന്ദ്രം എന്തുകൊണ്ടാണ് ഈ കേരളത്തിനെതിരെ ഇത്ര വിമുഖത കാണിക്കുന്നത്, കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ആ ബോധ്യമുണ്ടാക്കാൻ നന്നായി തന്നെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. നവകേരള സദസ് അടക്കം 10,000-കണക്കിന് ആളുകൾ ഓരോ മണ്ഡലത്തിലും പങ്കെടുത്തപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. BJPയും കോൺഗ്രസും എത്ര നുണ പ്രചരിപ്പിച്ചാലും, അതിന് ചില മാധ്യമങ്ങൾ എത്ര പ്രചരണം കൊടുത്താലും, യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ സംവദിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങൾ നന്നായി ഞങ്ങൾക്ക് ഉണ്ട്. വലിയ വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് സംഘടനാ സംവിധാനം എന്താണ് എന്ന് നന്നായി അറിയാം. കേരളത്തിന് പ്രത്യേകിച്ചും നന്നായി അറിയാം. എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവനവന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയാനും ആ സംവിധാനത്തിന് കഴിയും എന്നുള്ളത്. ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലം എന്ന് പറയുന്നത് ഇറങ്ങി പണിയെടുക്കുന്ന കാലമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഈ പറയുന്ന പ്രതിപക്ഷമോ BJPയോ മാധ്യമങ്ങളോ ഒക്കെ ഉന്നയിക്കുന്ന എല്ലാ വിമർശനങ്ങളെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ വിമർശനങ്ങൾക്ക് CPMന്റെ മറുപടി. മാധു, CPM അത്തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അങ്ങനെ പറയാനേ കഴിയുകയുള്ളൂ. ഞാൻ ആ കാര്യത്തിലൊന്നും ഒരു അസ്വാഭാവികതയോ ഒരു അവിശ്വസനീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അവരുടെ അമിത ആത്മവിശ്വാസത്തിന്റെ സ്ഫുരണമായോ ഒന്നും ഞാനതിനെ കരുതുന്നില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയലാണ് അവരുടെ ബാധ്യത, അവരുടെ ദൗത്യം, അതവർ നിർവഹിച്ചു കൊള്ളട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ അരുൺകുമാർ ആവർത്തിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ റിസൾട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തുപോവാണ്, ഇവിടെ 91 മലപ്പുറം ജില്ല ഒഴികെ 13 ജില്ലയിലും ജില്ലാ കൗൺസിൽ ജയിച്ചിട്ട് അസംബ്ലി നേരത്തെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് പോയ ആളുകളാണ് ഇവരൊക്കെ. അന്ന് പഠിച്ച പാഠമൊന്നും അരുൺകുമാർ പുതിയ തലമുറയിലെ പ്രതിനിധി ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് വിസ്മരിക്കുകയാണ്. അപ്പം അതിലൊന്നും യാതൊരു കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ
ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനിതിന് നിങ്ങളുടെ ഒന്നും ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ളവരാണ്. വളരെ ഗൗരവതരമായി ബഹുമാന പുരസ്സരം വേണം കേരളത്തിലെ വോട്ടർമാരെ സമീപിക്കാൻ. നിങ്ങളല്ലേ നോക്കൂ, 2019 ഞങ്ങൾക്ക് 19 സീറ്റ് തന്ന കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ 110-ലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ലീഡ് തന്നവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഞങ്ങളെ കൈയൊഴിഞ്ഞു. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ വളരെ ആദരവോടുകൂടി ഭയഭക്തി ബഹുമാനങ്ങളോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് അവരുടെ മേൽ വലിയ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ അവരുടെ മേൽ സമീപിക്കുന്നില്ല. പക്ഷേ അവർക്ക് സത്യം മനസ്സിലാകും, കൃത്യതയുള്ളവരെ മനസ്സിലാകും, അവരെ സമീപിക്കുന്ന ആളുകളുടെ മനോഗതം കൃത്യമായിട്ട് അവർക്ക് ഊഹിക്കാൻ കഴിയും, തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം വിലയിരുത്താൻ കഴിയും. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഇലക്ട്രലേറ്റാണ് കേരളം. ആ കേരളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഞങ്ങളെ വരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അത് തകർന്നാൽ പിന്നെ BJPയുടെ വലിയ തോതിലുള്ള മുന്നോട്ടുള്ള കടന്നുവരവിന് കേരളം ദൃശ്യവും സാക്ഷിയൊക്കെ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ബാധ്യത എന്നാൽ കോൺഗ്രസിനും കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വം നിലനിർത്തുക എന്നതാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ BJP വിരുദ്ധ മനസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ രാഷ്ട്രീയ ദൗത്യമാണത് എന്ന വലിയൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിലുപരിയായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായൊരു വിജയം BJP വിരുദ്ധതയല്ലാതെ കോൺഗ്രസിന് സ്വന്തമായ സവിശേഷതയൊന്നും ജനങ്ങളുടെ വോട്ട് ആകർഷിക്കാനില്ലേ? നിങ്ങളുടെ നല്ല നേതാക്കൾ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഗ്യാരണ്ടികൾ, ഇതൊന്നും ഇല്ലേ? BJP വിരുദ്ധർ ഞങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. BJP വിരുദ്ധ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നണി സന്തുലിതത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരെയാണ് CPM ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ കാട്ടിക്കൊണ്ട് വശത്താക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ വിഭാഗം അല്ലെങ്കിൽ അത്തരം വോട്ടേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമേ അത് പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അവരുൾപ്പെടെയുള്ള മുഴുവൻ വോട്ടർമാരോടും ഞങ്ങളുടെ നന്മകളും ഞങ്ങളുടെ ബദലും ഞങ്ങളുടെ പ്രത്യേകതയും ഞങ്ങളുടെ രാഷ്ട്രീയ വിശുദ്ധിയും ഞങ്ങളുടെ രാഷ്ട്രീയ ശൈലിയും മാതൃകയും ഞങ്ങളുടെ സങ്കല്പവും സ്വപ്നവും ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുക. പക്ഷേ ഇതിനിടയിലൊക്കെ കേരളത്തിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള CPMന്റെ ശ്രമത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. ആ വശം മുൻനിർത്തിയാണ് ഞാൻ ഈ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ മതേതര ജനാധിപത്യ മനസ്സുകൾ വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞത്. ദേശീയ രാഷ്ട്രീയം നോക്കുകയാണ് എങ്കിൽ 10-11 തവണ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. അതിനുശേഷം നിങ്ങളിപ്പോൾ ശ്രീ നൗഷാദിനെ ഞാൻ വരാം. ശ്രീ TP മാസ്റ്റർ, 10-11 തവണ കോൺഗ്രസ് അധികാരത്തിലിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ. നിങ്ങൾ 2 തവണ പൂർത്തിയാക്കി 3-ാം ഊഴത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നു. 303-ൽ നിന്ന് 350-ലേക്ക് സ്വന്തം സീറ്റുകൾ. മിഷൻ 400 നിങ്ങൾക്ക് NDAയ്ക്ക്, അതായത് ആകെയുള്ള 10-90 സീറ്റുകൾ കൂടി കവർന്നെടുത്തുകൊണ്ടുള്ളൊരു വമ്പൻ വിജയം എന്നുള്ളതാണ് നിങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമായി മുന്നോട്ട് വെക്കുന്നത്. 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ടുള്ള ആളുകൾ 2 തവണ പൂർത്തിയാകുമ്പോൾ കടപുഴകി വീണിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കൊക്കെ അന്ന് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പോലും ഏതാണ്ട് 350 സീറ്റുകൾ എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിരുന്നു അവർ ഏറ്റുവാങ്ങിയ തിരിച്ചടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിധിയെഴുത്ത്, തീർത്തും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിധിയെഴുത്ത് ഇന്ത്യൻ ജനാധിപത്യം നൽകില്ല എന്ന ആത്മവിശ്വാസം എവിടെ നിന്നാണ്? അതോ 272 2014 272+ പറയുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കും താങ്കൾ ഈ പറഞ്ഞവർക്കും ഒന്നും വിശ്വസനീയമായിരുന്നില്ല. 300+ പറയുമ്പോഴും നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തിനോട് 1-2 ചോദ്യം അരുൺകുമാറിനോട്. സാർ, കൂടെ വരുന്നവരെ മത്സരിപ്പിക്കുന്ന വലിയ പാതകമാണെങ്കിൽ TK ഹംസ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായത്? അദ്ദേഹത്തിന് എന്ത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമായിരുന്നു? ഇന്ന് നിങ്ങൾക്കടുത്ത് കിട്ടാൻ ആളില്ല സാർ. കാരണം നിങ്ങളുടെ തനി സ്വഭാവം ആൾക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടാണോ? നിങ്ങളിപ്പോൾ കണക്ക് പറഞ്ഞല്ലോ,
എൻ്റെ നാട്ടിലേക്കൊന്ന് വരുമോ? ഒരു ബ്രാഞ്ച് സെക്രട്ടറി അരുണേ, ഒരു പഞ്ചായത്തിൽ എത്ര ബ്രാഞ്ച് ഉണ്ടാകും? ബാലുശ്ശേരിയിലെ മങ്കയത്തെ ബ്രാഞ്ച് സെക്രട്ടറി പാറ മുതലാളിയോട് ചോദിച്ചത് 2 കോടി. അതിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്ത് വന്നപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇപ്പം നിങ്ങൾ കണക്ക് പുറത്തു വിട്ടു. യെച്ചൂരി ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അരുണേ, ഇലക്ഷൻ കമ്മീഷന് 95 പേരിൽ കേരളത്തിൽ വാങ്ങിയത് 33 പാറ മുതലാളിമാർ. മുത്തൂറ്റിന്റെ നീല ആരുടേതാണ് അരുൺകുമാർ? അസ്വസ്ഥനാവില്ല കേൾക്ക്, എന്നിട്ട് ഉത്തരം പറ. എങ്ങനെ കേരളത്തിലെ മുതലാളിമാർ ആരെയാണ്? എത്ര ഗ്രാനൈറ്റ് മുതലാളിമാർ? കണക്ക് വന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി താങ്കൾ അടുത്തത് പറഞ്ഞു ആദ്യം പ്രവചിച്ചാൽ ജയിക്കുമെന്ന്. തൃക്കാക്കരയിൽ ആദ്യം പ്രവചിച്ചത് ആരെയാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. അത് പ്രവചിച്ചയാളത് പ്രവചിപ്പിക്കപ്പെടാൻ കളിച്ച കളിയും ഞാൻ പറയണ്ടല്ലോ. തൃക്കാക്കരയിൽ ആദ്യം പ്രവചിച്ചവനാണോ അവിടെ ജയിച്ചത്? അപ്പോൾ ആദ്യം പ്രവചിച്ചു എന്നുള്ളത് കൊണ്ടും ആദ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ടും വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതുമാത്രമല്ല, പിന്നെ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞു. അല്ല, സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അടുത്ത കൊല്ലത്തെ കടത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് മുൻകൂർ തരാമോ? ഇന്ന് പുറത്തു വന്നു, സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് വന്നു. കേരളത്തിലെ മാപ്രകളും നിങ്ങളുടെ ആളുകളും കപിൽ സിബലും ഒളിച്ചു വെച്ച കേന്ദ്രത്തിൻ്റെ രേഖകൾ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അയച്ചു തരാം. ആ രേഖ എന്താണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? 58,000 കോടി തുടങ്ങി ഇപ്പം ചോദിക്കുന്ന എന്താ? ഞങ്ങൾക്ക് കടമ വാങ്ങാൻ സമ്മതിച്ചാൽ മതി. സർ, ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? എന്തേ തമിഴ്നാട് ഇത് ചോദിക്കുന്നില്ല? എന്തേ കർണാടക ഇതല്ലല്ലോ പറയുന്നത്? എന്തേ പഞ്ചാബ് ഇങ്ങനെയല്ലല്ലോ? സ്വന്തം കെടുകാര്യസ്ഥത കൊണ്ട് നിങ്ങൾ നട്ടം പിരിയുമ്പോൾ കുറച്ച് കാലങ്ങൾ നാട്ടിലെ പാവപ്പെട്ടവരൊക്കെ പറ്റിച്ചു അരുൺകുമാറെ. നിങ്ങൾ വലിയ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ആളുകൾക്ക് മനസ്സിലായി ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ സർവാധിപത്യത്തിനു വേണ്ടി കളിക്കുന്ന കളി അർഹതപ്പെട്ടവർക്കില്ല. ഇപ്പം അത് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയാനില്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പാവം ശൈലജ ടീച്ചറുടെ പ്രകടനം എന്താകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി അഥവാ തോറ്റാലും ജയിച്ചാലും കേരളത്തിൽ ഉപദ്രവമില്ലാതിരിക്കണം. അത് മറ്റു ചില അജണ്ടകളുണ്ട്, ഞാൻ അതൊക്കെ നിങ്ങൾ വിശദീകരിക്കുക. ഞാൻ ഈ രാഷ്ട്രീയ വിശകലനത്തിൽ അമിതമായ അവകാശവാദങ്ങളില്ല. മാധു ചോദിച്ച ചോദ്യം ഞാൻ പറയുന്നു. ഞങ്ങളുടെ ആത്മവിശ്വാസം ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ പരാജയം ഉണ്ടായിട്ടുണ്ട്, വമ്പന്മാർ തലകുഴി വീണിട്ടുണ്ട്. അതൊക്കെ അവർ വരുത്തി വെച്ച പ്രവർത്തനം കൊണ്ടായിരുന്നു. മറിച്ച് മോഡി അഴിമതി അദ്ദേഹം കുച്ചുവലം കിട്ടു. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ലോകത്തിൻ്റെ മുൻപന്തിയിലെത്തിച്ചു. പാവപ്പെട്ടവൻ്റെ വീടുകൾ അരി എത്തിച്ചു, കുടിവെള്ളം എത്തിച്ചു, ആരോഗ്യത്തിന് പദ്ധതികൾ കൊടുത്തു, കിസാൻ സമ്മാൻ നിധി 6,000 രൂപ വീതം കീശയിലിട്ട് കൊടുത്തു. രാജ്യത്ത് ഏറ്റവും വലിയ വികസന പ്രവർത്തനം തുടക്കം കുറിച്ചു. അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അവനവൻ വരുത്തി വെച്ചതാണ് എന്നൊരു വിചാരം മുൻ ഭരണാധികാരിമാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഞങ്ങളുടെ വഴി അതേപോലെ വിജയത്തിലേക്കുള്ളതാണ് എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇതേ വികസനത്തിന്റെ അവകാശവാദങ്ങളൊക്കെ അന്ന് അവർക്കും ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ജൂൺ 4-ാം തീയതി വരെ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം. മാധു പറയുന്ന മാതിരി ജൂൺ 4-ാം തീയതി വരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, ഞാൻ പറഞ്ഞ മാതിരി അല്ല. ഞാൻ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിജയത്തിൽ എനിക്കൊരു പങ്കുമില്ലാത്തതാണ് ഒരു വോട്ടിനപ്പുറം. ശ്രീ ജയദ്രമാസ്റ്റർ, ഞാൻ ചോദിക്കുന്നത് ഈ 10 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവിന് ശേഷം ജനം മാറി ചിന്തിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാനുള്ള ആത്മവിശ്വാസത്തിന്റെ ഘടകങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ്. അല്ലാതെ എനിക്കെന്ത് താല്പര്യം ഇതിൽ? മോദി ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ജനം തിരിച്ച് സഹായിക്കും. രാജ്യത്തിന്റെ പൊതു ഖജനാവിൽ നിന്നും 5 നയാ പൈസ കട്ടെടുത്തിട്ടില്ല. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വെട്ടുവീഴ്ച നടത്തിയിട്ടില്ല. രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വിട്ടിട്ടില്ല. സ്വന്തം താല്പര്യം മക്കൾക്ക് വേണ്ടിയുള്ള വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. സ്വന്തം കുടുംബത്തിന്റെ വീട്ടിലെ തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ല. സ്വന്തം വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ഖജനാവിൽ നിന്നും പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ എടുത്ത് ഊരി ചുറ്റിയിട്ടില്ല. അതെടുത്ത് നീന്തൽക്കുളം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ജനം കാണും. ഇതൊക്കെ ചെയ്യുന്നവരെ വീണ്ടുമാണോ ജനം അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢന്മാരാണോ കേരളത്തിലുള്ളവർ? അതല്ല എന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. മാധു, ശരി. ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു വലിയ തരംഗമുണ്ടാകുന്നു. കാസർഗോഡ് മണ്ഡലം നമുക്കറിയാം, 10-35 വർഷം 3 പതിറ്റാണ്ടിലേറെ കാലം നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരെ പിന്തുണച്ച് പാർലമെന്റിലെത്തിച്ച് വിജയിപ്പിച്ച മണ്ഡലം. ഉണ്ണിത്താൻ അതങ്ങ് കൊണ്ടുപോയി. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളവിടെ വലിയ പ്രതീക്ഷ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. കണ്ണൂര് തളിപ്പറമ്പ് പോലും ഏതാണ്ട് 700 വോട്ടുകൾക്ക് തളിപ്പറമ്പിൽ പോലും UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ശരിയാണ്, നിയമസഭയിൽ നിങ്ങളത് തിരുത്തി എഴുതി. വടകര നിങ്ങൾക്ക് അഭിമാനമായിരുന്ന, ചന്ദ്രശേഖരന് മുൻപ് നിങ്ങളോടൊപ്പം മാത്രം നിന്ന സതീദേവി ഏതാണ്ട് 1,30,000 വോട്ടിന് വിജയിച്ച മണ്ഡലം.
ഇങ്ങനെ കയ്യിലിരുന്ന പല മണ്ഡലങ്ങൾ കൈവിട്ടു പോകുന്നത് കഴിഞ്ഞ തവണ നോക്കി നിൽക്കേണ്ടി വന്നു. ഇവിടെയൊക്കെ നിങ്ങളുടെ ഒരു ബദൽ എന്താണ്? അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ് എന്തായാലും BJP നേതാവ് പറഞ്ഞല്ലോ, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഇതിലും വലിയ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഇന്ത്യ അങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച് തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. മിസ്റ്റർ TP ജയേന്ദ്രൻ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോന്റെ ഭാഗമായി നിങ്ങൾ മുന്നോട്ട് വെച്ച ആ കാര്യങ്ങളിൽ ഏതാണ് പാലിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരെണ്ണം. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തോ? 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരൻ്റെയും പേരിൽ വിദേശത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരും കള്ളപ്പണമെന്ന് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നോ? 2 കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കും ഓരോ വർഷം എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുത്തോ? അതുപോലെ തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുന്നു പറഞ്ഞു, നിങ്ങൾ നിശ്ചയിച്ചോ? ഇല്ലല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ നിങ്ങൾ വിറ്റഴിച്ചത്? നിങ്ങൾ വരുമ്പോൾ വെറും 55 ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ കടം. അതിപ്പോൾ 205 ലക്ഷം കോടി രൂപ 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചില്ലേ? ഏത് രംഗത്താണ് നിങ്ങൾ വാക്കുപാലിച്ചത്? ഗ്യാസിന്റെ വില 310 ആയിരുന്നത് ഇപ്പോൾ 1000 രൂപയിലധികം കൊടുക്കണ്ടേ? ഗ്യാസ് കണക്ഷൻ കൊടുത്ത് എന്ന് പറയുമ്പോൾ ഒരു തവണയെങ്കിലും ആ ഗ്യാസ് നിറയ്ക്കാൻ ഈ ഇന്ത്യയിലെ വീട്ടമ്മമാർക്ക് കഴിഞ്ഞോ? ഇപ്പൊ വലിയ തരത്തിൽ ഗീർവാണം കുറെ വിട്ടു, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തു, ഇതൊന്നും നിങ്ങൾ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ഗൗരവത്തോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മൗലിക അവകാശം രേഖപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ സാമ്പത്തികം മറ്റു മറിച്ചൊക്കെ പറയുമ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യമായി മിസ്റ്റർ, അതുപോലെ തന്നെ മറ്റും പലർക്കും അത് ബോധ്യമായി. ഞങ്ങൾക്ക് കേരളത്തിന് കിട്ടാനുള്ളത് അത് നിഷേധിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം കേരളത്തിലെ ജനത പ്രബുദ്ധരാണ്, ഞങ്ങൾക്ക് അതിന് കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അത്തരത്തിൽ തന്നെയാണ് ഓരോ ക്യാമ്പയിനും ഞങ്ങൾ പാകപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിൽ 123 നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ പുറകിലായിരുന്നു. 140-ൽ 123 നിയമസഭാ മണ്ഡലത്തിൽ 2019 ഞങ്ങൾ പുറകിലായിരുന്നു. പരമ്പരാഗതമായി ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്ന മണ്ഡലത്തിൽ ഞങ്ങൾ പുറകിൽ പോയി. പക്ഷേ 2 വർഷത്തിനുള്ളിൽ ആ 123-ൽ പുറകിൽ പോയതിൽ 99 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ 2019 സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായി ഈ സംസ്ഥാനം മാറിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി, BJPക്കെതിരെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ പാർട്ടിയായി, ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് മാറാൻ പോകുന്നു. അത്തരത്തിലുള്ള വലിയ പ്രചരണം കേരളത്തിൽ ഉയർന്നു വന്നു. ശബരിമല വിഷയമടക്കം മറ്റു സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഞങ്ങൾ അതിജീവിച്ച് മുന്നേറിയിട്ടുണ്ട്. അതിനുശേഷം 600 കാര്യങ്ങളായിരുന്നല്ലോ 2016 ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കിയെന്നും പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്ത് നിപ വൈറസും ഓക്കി ദുരന്തവും നൂറ്റാണ്ടിലെ മഹാപ്രളയവും കോവിഡ് 1ാം ഘട്ടം 2ാം ഘട്ടം 3ാം ഘട്ടം, മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, കുത്തക മാധ്യമങ്ങളെല്ലാം ഞങ്ങളെ തകർക്കാൻ വലിയ ഗൂഢാലോചന നടത്തിയപ്പോഴാണ് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നത്. അതിനുശേഷവും ഇപ്പൊ ഗവർണറും അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധവും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എല്ലാം ഇപ്പോഴും ഞങ്ങളെ തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. അതുപോലെ ഈ നുണപ്രചരണം എത്രയും നടക്കുമ്പോഴും ഞങ്ങൾ കൃത്യമായി സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ വന്യജീവി ആക്രമണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചില്ലേ? വന്യജീവി ആക്രമണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനത്തും കോൺഗ്രസ്, കേന്ദ്രത്തിലും കോൺഗ്രസ്. കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കി ആ നിയമം അനുസരിച്ച് സംസ്ഥാനത്തിന് പോകാവൂ. എല്ലാ തരത്തിലും സംസ്ഥാനത്തിന് ആ നിയമം അതിജീവിക്കാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളിലെല്ലാം വന്ന് BJPയുടെ നേതാക്കന്മാർ കള്ളം മാത്രം പ്രചരിപ്പിക്കുകയാണ്. 6060 കോടി രൂപ പോക്കറ്റിൽ വാങ്ങിച്ച് വച്ചിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട്, ഒന്നൊറ്റ കാര്യം, ED എന്ന് പറയുന്ന വേട്ടപ്പട്ടിയെ ഓരോ കമ്പനിയിലേക്കും പറഞ്ഞുവിടും. അവിടെ പോയിട്ട് ആ രേഖ എടുത്തുകൊണ്ട് വരും. 3-4 ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രിക് ബോണ്ട് BJPക്ക് അനുകൂലമായി എടുക്കുകയാണ്. ആ കമ്പനികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ അങ്ങ് അയച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്കുക, 1360 കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ട് ഒറ്റ കമ്പനി എടുക്കുമ്പോൾ ആ കമ്പനിയിൽ കൊണ്ടുപോയി മാനേജിംഗ് ഡയറക്ടറെ വരെ അറസ്റ്റ് ചെയ്യുകയും 450 കോടിയുടെ കള്ളപ്പണം കണ്ടുകെട്ടുകയും ചെയ്തപ്പോഴാണ് 1360 കോടി രൂപ തിരിച്ചു വന്നത്. ഇത്തരത്തിൽ അഴിമതി, പച്ചയായ അഴിമതി, പറയുന്ന വാക്കിന് വിരുദ്ധമായിട്ടുള്ള കാര്യം, കള്ളപ്പണം വിദേശത്തുണ്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ ഇവിടെ കള്ളപ്പണത്തിന്റെ ശേഖരണത്തിനും നിയമസാധുത കിട്ടാൻ പ്രത്യേക നിയമം നടപ്പാക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ നൗഷാദ് അലി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നിങ്ങൾക്കാണ്
നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളത്? ഏറ്റവും വലിയ പോരാട്ടം BJP-യുമായി രാഷ്ട്രീയമായി ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്കാണ് അത് നേരിടേണ്ടി വരുന്നത്. കേരളത്തിൽ 19 സീറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട് ജനങ്ങൾ ഓൾറെഡി. ഇവിടെ നിന്ന് ഒരു സീറ്റാണെങ്കിലും നഷ്ടപ്പെടാനുള്ളതും നിങ്ങൾക്കാണ്. അതായത് ആ സംഘടനാ സംവിധാനം അത്രത്തോളം കാര്യക്ഷമമായി പണിയെടുക്കേണ്ടി വരുന്ന 41 ദിവസങ്ങളാണ് ഇനി കോൺഗ്രസിന് മുന്നിൽ കേരളത്തിലടക്കം ഉള്ളത്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതുപ്പള്ളി മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന സംഘടനാ ദൗർബല്യം പലയിടത്ത് പല നേതാക്കൾ കാണിച്ചിട്ടുള്ളതും പ്രചാരണ വിഷയമായിരിക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമോ? കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക തന്നെ കൈക്കുറ്റപ്പാടുകളൊക്കെ തീർത്ത് വളരെ കൃത്യമായി കാലികമാക്കി ക്ലിപ്തപ്പെടുത്തിയ ഒന്നാണ്. ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള പരാതിയോ ഭിന്നതയോ ഉന്നയിക്കാൻ ഇടയില്ലാത്തവണ്ണം അത് വളരെ ലക്ഷ്യവേദിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. അത് പിന്നെ രണ്ടാമതായിട്ട് ഒരു കാര്യം എന്താണ് എന്നുള്ളത് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 15% വോട്ട് എന്ന് നമ്മളൊന്ന് കൃത്യമാക്കിയാൽ ബാക്കി വരുന്ന 85% വോട്ടിൽ ഭൂരിഭാഗം പിടിക്കുന്ന ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായിട്ട് വിജയിക്കുക. ഇവിടെ BJP-യുമായി നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അവിടെ കോൺഗ്രസ് പാർട്ടിയോളം വിശ്വാസ്യതയുള്ള മറ്റൊരു പാർട്ടിയില്ല. പിന്നെ മറ്റ് ചില രാഷ്ട്രീയ സ്ഥിതി വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ ഡൽഹി മുഖ്യമന്ത്രി ഏത് നേരം ജയിലിൽ പോകാൻ നിൽക്കുന്ന അയാളുടെ ഉപമുഖ്യമന്ത്രി ജയിലിലാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിൽ പോയി, പകരക്കാരൻ വന്നു. അതുപോലെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ജയിലിൽ പോയി. കേരളത്തിൻ്റെ പുറത്ത് BJP ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പാർട്ടികളും മന്ത്രിമാരും ഒക്കെ ജയിലിലാണ്. സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ, മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ, MLA-മാരൊക്കെ ജയിലിലാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്രയ്ക്ക് ഇമ്മ്യൂണിറ്റിയോട് കൂടി ഒരു പിണറായി വിജയൻ നിൽക്കുന്നത്. അയാൾക്കെതിരെയുള്ള കേസ് 40ാമത്തെ തവണ നീട്ടിവെക്കുന്നു. അയാൾക്കെതിരെയുള്ള കേസുകളിലൊക്കെ അന്വേഷണം പാതി വഴിക്ക് നിലക്കുന്നു. ഏറ്റവും അവസാനം കരുവന്നൂരിൽ വലിയ ആന കുമ്പിട്ടത് മറിയും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ 55 പ്രതികളിൽ 51 ആളും പുറത്ത് 4 അപ്രസക്തർ മാത്രമാണ് ഇപ്പോൾ ജയിലിലുള്ളത്. എല്ലാ കേസും ഇവിടെ സെറ്റിൽ ചെയ്യുകയാണ്. 2020 മുതൽ പിന്നെ SFI അന്വേഷിക്കുന്നുണ്ട് പോലും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കേസ്. അത് ഇപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അവർ വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇതൊക്കെ എങ്ങനെ അറിയാതെ മൂടി വെക്കപ്പെടുന്നു. കേരളം കേൾക്കാനിരിക്കുന്നു. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ 41ാം നാൾ നമ്മൾ കേരള ജനത ഒറ്റഘട്ടമായി വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പിന്നീട് ഒരു 39 ദിവസം നമ്മൾ കാത്തിരിക്കും ആരാണ് നമ്മുടെ ജനവിധി സ്വീകരിച്ചത് എന്നും ആർക്ക് അനുകൂലമായാണ് നമ്മൾ ആ വിധി എഴുതിയത് എന്നും. എന്തായാലും ജൂൺ 4-ന് ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടും. ആർക്കൊപ്പമാണ് ഇന്ത്യയുടെ മഹാകോടി ജനങ്ങളുടെ ജനവിധി എന്നതും അറിയാം. കാത്തിരിക്കാം. വലിയ രാഷ്ട്രീയ പോരിന് വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.